ലയൺസ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചലനശേഷി ഇല്ലായ്മ സൃഷ്ടിക്കുന്ന ശൂന്യത നികത്തുക എന്ന സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്ത് ലയൺസ് ക്ലബ്ബ്. വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ തെരഞ്ഞെടുത്ത അനാഥാലയങ്ങളിലേക്കും പാലിയേറ്റീവ് സെന്ററിലേക്കും 500ഓളം വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അതിന്റെ അവസാനഘട്ടമായ 200ഓളം വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്ന വീൽസ് ഓഫ് ഹോപ്പ് പദ്ധതി തൃശൂർ ടൗൺ ഹാളിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ MLA ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. MCC ടോണി ഏനോക്കാരൻ, DG ഇലക്ട് ജയകൃഷ്ണൻ, VDG സുരേഷ് വാര്യർ, PDGമാരായ ദീപക്, ഇഗ്നേഷ്യസ് തുടങ്ങി പ്രമുഖ ലയൺ ലീഡേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു. പന്ത് ഉരുളുക മാത്രമല്ല, വളരുകയും ചെയ്യും. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? ഒരു തരിയോളമുള്ള വിത്ത് വടവൃക്ഷമായി മാറുന്നത് പോലെയാണ് പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു വിത്ത് പന്ത് അഥവാ സീഡ് ബാൾ മണ്ണിൽ വളരുക. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 25,000 വിത്ത് പന്തുകൾ വിവിധ വനപ്രദേശങ്ങളിൽ വർഷിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഡിസ്ട്രിക്ട് 318യുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഭൂമികളിൽ 25,000 സീഡ് ബോളുകൾ വർഷിച്ചു. ജില്ലാതല ഉദ്ഘാടനം ജൂൺ 5 വൈകിട്ട് 3 മണിക്ക് അസുരൻകുണ്ട് ഡാം പരിസരത്തായി തൃശൂർ ജില്ലാ DFO രവീന്ദ്രകുമാർ മീന നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മലവേപ്പ്, അത്തി, അരയാൽ, പുളി തുടങ്ങി 15ഓളം വ്യത്യസ്തമായ വൃക്ഷങ്ങളുടെ വിത്തുകളാണ് സീഡ് ബോളുകളിൽ നിറച്ചിരുന്നത്. പൂമല, വാഴാനി, അതിരപ്പള്ളി, മലക്കപ്പാറ, പീച്ചി ഡാം, മലമ്പുഴ, അട്ടപ്പാടി, പൂക്കോട്ടുപാടം, നിലമ്പൂർ തുടങ്ങിയ വനഭൂമികളിൽ ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഹരിത കേരള മിഷന്റെയും ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജയിൽ വളപ്പിൽ അതിവേഗം കായ്ഫലം തരുന്ന 100ഓളം ഫലവൃക്ഷച്ചെടികൾ നട്ടു. ജയിലിലെ ഡോഗ് സ്ക്വാഡിനോട് തൊട്ട് കാട് പിടിച്ചു കിടന്നിരുന്ന 1 ഏക്കറോളം സ്ഥലം വൃത്തിയാക്കി ശാസ്ത്രീയമായ അകലം പാലിച്ചുകൊണ്ടാണ് തൈകൾ നട്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യാതിഥിയായി. ഒരു മരം നടുമ്പോൾ ഒരു തണൽ നടുന്നതോടൊപ്പം കായ്ഫലവും ലഭിക്കുന്നു എന്നതാണ് ക്ഷിപ്രവനം ലക്ഷ്യമിടുന്നത് എന്ന് ഗവർണർ പറഞ്ഞു. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ ദിദിക സ്വാഗതം പറഞ്ഞു. ജയിൽ അധികാരികളും ഹരിത കേരളം പ്രവർത്തകരും ലയൺസ് അംഗങ്ങളും അതിൽ സജീവമായി പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സിഗ്നേച്ചർ യൂത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ലയൺസ് ക്വസ്റ്റ്. അതിനായി നടത്തുന്ന ടീച്ചേഴ്സ് വർക്ക്ഷോപ്പ് അമലാനഗർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ സമഗ്ര വികസനത്തിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയാനുള്ള കഴിവുകൾ നൽകുന്ന ഒരു സാമൂഹിക വൈകാരിക പഠന പാഠ്യ പദ്ധതിയാണിത്. IAS ചിറ്റലപ്പള്ളി സ്കൂളിൽ നടന്ന ലയൺസ് ക്വസ്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് വർക്ക്ഷോപ്പ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്വസ്റ്റ് മൾട്ടിപ്പിൾ കോർഡിനേറ്റർ കൂടിയായ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ വർഗീസ് വൈദ്യൻ ട്രെയിനിംഗ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 37 ടീച്ചർമാർക്കാണ് ട്രെയിനിംഗ് നൽകിയത്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആന്റണി, അമലാനഗർ ക്ലബ് പ്രസിഡന്റ് ഗ്ലാൻഡോ, RC ലിജോ ജോർജ് കുട്ടി, മറ്റ് ലയൺ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹത്തിന്റെ സാന്ത്വന സ്പർശവുമായി തൃശൂർ ലേഡീസ് സർക്കിളും തൃശൂർ ലയൺസ് ക്ലബ്ബും. ലയൺസ് ക്ലബിന്റെ ചൈൽഡ്ഹുഡ് ക്യാൻസർ പദ്ധതിയുടെ ഭാഗമായി 20ഓളം വിദ്യാർത്ഥികൾക്ക് 5,000 രൂപ വീതം നൽകുന്ന സ്നേഹസ്പർശം പ്രോഗ്രാം ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്വലേസ് എന്ന സാമൂഹിക സേവന സംഘടനയിലെ കുട്ടികൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയും സ്വലസ് എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരിയുമായ ഷീബ അമീറിനെ ഗവർണർ ആദരിച്ചു. തൃശൂർ ലേഡീസ് ക്ലബ് പ്രസിഡന്റ് ജയശ്രീ അശോകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി റോസ്മി ജെയിംസ്, ട്രഷറർ ജ്യോതി പ്രവീൺ, തൃശൂർ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ആൻഡ്രൂസ്, ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ സേവന രംഗത്ത് പാലക്കാടിന്റെ സംഭാവനയായി പാലക്കാട് ക്ലബ് ഉദയം ചെയ്തു. കുഴൽമന്നം കളരിക്കൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം DG ജെയിംസ് വളപ്പില നിർവഹിച്ചു. സാമൂഹിക സേവനം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണെന്നും അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് 318 തന്നെ ഈ ക്ലബ് സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഗവർണർ വ്യക്തമാക്കി. LCIF ഏരിയ ലീഡർ അമർനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. അംഗങ്ങളുടെ ഇൻഡക്ഷൻ MDGET കോർഡിനേറ്റർ കൂടിയായ PDG ജോർജ് മൊറേലിയും ഭാരവാഹികളുടെ സ്ഥാനാരോഹണം PDG ദീപക്കും നിർവഹിച്ചു. ഈ വർഷത്തെ 16ാം ഉദ്ഘാടനമായിരുന്നു അത്. 23
സേവന സന്നദ്ധ ഭടന്മാരുമായി ലയൺസ് ക്ലബ്ബ് ഓഫ് പറപ്പൂർ. സാമൂഹിക സേവന രംഗത്ത് ഒരു പുതിയ ക്ലബ്ബ് കൂടി ഉദയം ചെയ്തു. അമല നഗർ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത പറപ്പൂർ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സേവനത്തിനായി പുതിയ അംഗങ്ങളുടെ ആവശ്യകതയെപ്പറ്റി ഗവർണർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. അംഗങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണി VDG സുരേഷ് വാര്യരും ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ സെറിമണി PDG ദീപക് നിർവഹിച്ചു. ഈ പുതിയ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത RC ലിജോ, GT കോർഡിനേറ്റർ ജോർജ് കുട്ടി, സോൺ ചെയർപേഴ്സൺ ഷാജു എന്നിവരെ ഗവർണർ ആദരിച്ചു.